മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള കോൺഗ്രസിലെ പോരിൽ വിമർശനവുമായി കെ.സി. ജോസഫ് മലർന്നു കിടന്നു തുപ്പിയാൽ നമ്മുടെ മുഖത്തെ വീഴൂ എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ എല്ലാ പരിധിയും വിട്ട് തെരുവിലേക്ക് കൊണ്ടുപോകുന്നത് അപകടകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. തീക്കൊള്ളി കൊണ്ട് തലചൊറിയാൻ ശ്രമിക്കുന്നത് വിനാശകരമായിരിക്കുമെന്നും കെ.സി. ജോസഫിന്റെ മുന്നറിയിപ്പ്. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ചേരുന്നുണ്ട്. ബിനിൽ, എന്തൊക്കെയാണ് ഈ പോസ്റ്റിൽ പറയുന്നത്? സോന, ഇന്നലെ തലസ്ഥാനത്ത് വലിയ പ്രതിഷേധമാണ്, അല്ലെങ്കിൽ വി ഡി സതീശന് അനുകൂലമായ ഒരു പ്രകടനമാണ് നടന്നത്. 500-ലധികം പേരുണ്ടായിരുന്നു. അതിൽ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് അടക്കം വലിച്ചു കീറുന്നത് ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. അത് വലിയ വിമർശനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മുതിർന്ന നേതാവ് കെ.സി. ജോസഫാണ് വിമർശനവുമായി രംഗത്ത് വന്നിരുന്നത്. ഈ എല്ലാ പരിധിയും ലംഘിച്ച് തെരുവിലേക്ക് ഇത് കൊണ്ടുപോകുന്നത് അത്ര ഗുണകരമായ കാര്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മറന്നു കിടന്ന് തുപ്പിയാൽ നമ്മുടെ മുഖത്തെ വീഴൂ എന്ന ഈ കോൺഗ്രസ് പ്രവർത്തകരെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് കീറിയത് അത് എല്ലാവരെയും, കോൺഗ്രസിലെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. മൗനമാണ് അഭികാമ്യം എന്നതുകൊണ്ടാണ് ഇതുവരെ മിണ്ടാതിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ മുതിർന്ന നേതാക്കളെല്ലാം ഈ പരസ്യമായ വി ഡി സതീശന് അനുകൂലമായ പരസ്യ പ്രകടനങ്ങളെയെല്ലാം തള്ളിപ്പറഞ്ഞ് രംഗത്ത് വരികയാണ്. ഇന്ന് രാവിലെ ടി സിദ്ദിഖും ഇത്തരത്തിൽ ഈ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. ആ ഫ്ലെക്സ് വെക്കുന്നത് അല്ല, ആ രീതിയിലല്ല മുന്നോട്ടേക്ക് പോകേണ്ടത്. പരസ്യമായ പ്രകടനങ്ങൾ പാർട്ടിക്ക് ദോഷകരമാകുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ KPCC നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. 15 പേർക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതിവേഗത്തിൽ തന്നെ ആ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകണം. മറുപടി തൃപ്തികരമല്ലെങ്കിൽ അച്ചടക്ക നടപടിയിലേക്ക് നീങ്ങാനാണ് KPCCയുടെ ഇപ്പോഴത്തെ തീരുമാനം. സോന, ശരി, ബിനിൽ ലീല സാബു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.